നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അൽഖാമ ചുരം റോഡ് തുറക്കാൻ നിർദ്ദേശം. അൽ ഫൈസൽ വൈൽഡ് ലൈഫ് റിസർച്ച് സെന്ററിൽ കാട്ടുപൂച്ച കുഞ്ഞുങ്ങൾ പിറന്നു. യുഎയിലേക്കുള്ള സ്വർണ്ണ കയറ്റുമതിയിൽ നേട്ടം. ഇന്ത്യൻ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിപണി. അടിയന്തര കേസുകളിൽ ഇൻഷുറൻസ് കമ്പനികളുടെ അപ്രൂവൽ ആവശ്യമില്ല. പ്രവാസി മലയാളി ചികിത്സയ്ക്കിടെ ദമാമിൽ അന്തരിച്ചു. അൽബാഹ പർവ്വതത്തിൽ തീ പടരുന്നു. തീയണയ്ക്കാൻ തീവ്രശ്രമവുമായി അധികൃതർ. ബഹ്റൈനിലെ വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ 2024 ഓഗസ്റ്റ് 1 മുതൽ സ്വകാര്യ മേഖലയ്ക്ക്. അൽഖാമ ചുരം റോഡ് തുറക്കാൻ നിർദ്ദേശം. അബഹ അസീർ പ്രവിശ്യയ്ക്ക് വടക്ക് തന്നൂമയെയും അൽ നമാസിനെയും ബന്ധിപ്പിക്കുന്ന അൽഖാമ ചുരം റോഡ് ഉടൻ തുറക്കും. റോഡ് വാഹന ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ അസീർ ഗവർണറും അസീർ വികസന അതോറിറ്റി ചെയർമാനുമായ തുർക്കി ബിൻ ത്വലാൽ രാജകുമാരൻ നിർദ്ദേശം നൽകി. അബഹ തായിഫ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡിൽ തടസ്സപ്പെട്ട് കിടന്ന അവസാനത്തെ പദ്ധതിയായിരുന്നു അൽഖാമ ചുരം റോഡ് പദ്ധതി. അസീർ വികസന അതോറിറ്റിയും ഗതാഗത ലോജിസ്റ്റിക്സ് സർവീസ് മന്ത്രാലയവും ശക്തമായി ഇടപെട്ടതിന്റെ ഫലമായി റോഡ് ഇരട്ടപ്പാതയാക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുവാനുമുള്ള ജോലികളുടെ 93% പൂർത്തിയാക്കി. ഇനി 7% ജോലികൾ മാത്രമാണ് ശേഷിക്കുന്നത്. നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹന ഗതാഗതത്തിന് പ്രയാസമുണ്ടാക്കില്ല എന്ന കാര്യം കണക്കിലെടുത്താണ് അൽഖാമ ചുരം തുറന്നുകൊടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ചത്. അസീർ പ്രവിശ്യ നിവാസികളുടെയും സന്ദർശകരുടെയും ഗതാഗതം സുഗമമാക്കാൻ സഹായിക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് അൽഖാമ ചുരം റോഡ് പദ്ധതി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, റിയാദ്. അൽ ഫൈസൽ വൈൽഡ് ലൈഫ് റിസർച്ച് സെന്ററിൽ കാട്ടുപൂച്ച കുഞ്ഞുങ്ങൾ പിറന്നു. തായിഫിലെ അമീർ സൗദ് അൽ ഫൈസൽ വൈൽഡ് ലൈഫ് റിസർച്ച് സെന്ററിൽ 2 കാട്ടുപൂച്ച കുഞ്ഞുങ്ങൾ പിറന്നു. കാട്ടുപൂച്ച വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാനും സന്തുലിതാവസ്ഥ വർദ്ധിപ്പിക്കുവാനുമുള്ള ലക്ഷ്യത്തെ സ്ഥിരീകരിക്കുന്നുവെന്ന് നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് ഡെവലപ്മെന്റ് സിഇഒ ഡോക്ടർ മുഹമ്മദ് അലി കുബാൻ പറഞ്ഞു. 2022 ഇവിടെ കാട്ടുപൂച്ച വളർത്തൽ പദ്ധതി ആരംഭിച്ചത്. വിഷൻ 2030 കീഴിലുള്ള ദേശീയ പരിസ്ഥിതി തന്ത്രത്തിനും സൗദി ഗ്രീൻ ഇനീഷ്യേറ്റീവിന്റെയും ഭാഗമായാണിത്. വന്യജീവി സംരക്ഷണത്തിന് തായിഫിലെ അമീർ സൗദ് അൽ ഫൈസൽ കേന്ദ്രം ഇതിനകം നിരവധി ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. പൂച്ചവർഗത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള സസ്തനികളുടെ ബ്രീഡിംഗ് കെയർ പ്രോഗ്രാമുകൾ അതിൽപ്പെട്ടതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിനും പ്രജനന പരിപാടികൾ വിപുലീകരിക്കുന്നതിനുമുള്ള കേന്ദ്രത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നടപടി. ന്യൂസ് ഡെസ്ക്, സഖ്യ ന്യൂസ്, തായിഫ്. യുഎയിലേക്കുള്ള സ്വർണ്ണ കയറ്റുമതിയിൽ നേട്ടം. ഇന്ത്യൻ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിപണി. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക സഹകരണം 2 വർഷം പിന്നിട്ടു. ഇരു രാജ്യങ്ങളിലും വ്യാപാര വാണിജ്യ വളർച്ച ഉണ്ടായതായി സെബ വാർഷിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഏറ്റവും വളർച്ച നേടിയത് ആഭരണ നിർമ്മാണ മേഖലയാണ്. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുമത്തിയിരുന്ന പ്രത്യേക നികുതികൾ ഒഴിവാക്കിയതാണ് സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് നേട്ടമായത്. ഇന്ത്യൻ ജ്വല്ലറികളുടെ സാന്നിധ്യവും ഇന്ത്യക്കാരുടെയും ഇമറാത്തികളുടെയും സ്വർണ്ണഭ്രമവും ജെം ആൻഡ് ജ്വല്ലറി മേഖലയ്ക്ക് വൻ വളർച്ച നേടിക്കൊടുത്തു. എണ്ണ ഇതര വ്യാപാരത്തിൽ $10,000 കോടി എന്ന ലക്ഷ്യത്തിലേക്ക് ഇരു രാജ്യങ്ങളും മുന്നേറുകയാണെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. 2030 വളർച്ച $10,000 കോടി എത്തുമെന്നാണ് പ്രവചനം. ജെം ആൻഡ് ജ്വല്ലറിയിൽ കൈകോർത്ത ഇതര ലോക രാജ്യങ്ങളുമായുള്ള സ്വർണ്ണ വ്യാപാരത്തിൽ 13.83% ഇടിവുണ്ടായപ്പോൾ യുഎയിലേക്കുള്ള കയറ്റുമതിയിൽ 39.58% നേട്ടമാണ് ഇന്ത്യൻ ജെം ആൻഡ് ജ്വല്ലറി മേഖലയ്ക്കുണ്ടായത്. സ്വർണ്ണാഭരണങ്ങളുടെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന നികുതി പൂർണ്ണമായും എടുത്തുകളഞ്ഞതാണ് മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണം. ഇന്ത്യയിൽ നിന്ന് ആഭരണങ്ങളും മിനുസപ്പെടുത്തിയ വജ്രങ്ങളും കയറ്റി അയക്കുമ്പോൾ യുഎയിൽ നിന്ന് സ്വർണ്ണക്കട്ടികളും അസംസ്കൃത വജ്രങ്ങളുമാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇന്ത്യയിലെ മികച്ച കരകൗശല വിദഗ്ധരും ആഭരണ നിർമ്മാതാക്കളും യുഎയിലെ സ്വർണ്ണ വിപണിക്ക് മികച്ച പിന്തുണയാണ് നൽകുന്നത്.
ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ആഭരണങ്ങളെ ലോകത്തിന്റെ വിവിധ വിപണികളിലേക്ക് എത്തിക്കുന്നതിൽ എല്ലാ സൗകര്യങ്ങളും UAE തിരിച്ചു നൽകുന്നു. ലോകത്ത് ഇന്ത്യൻ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ വിപണിയാണ് UAE. ഈ മേഖലയിൽ കൂടുതൽ വളർച്ച ഇരു രാജ്യങ്ങളും ആഗ്രഹിക്കുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. അടിയന്തര കേസുകളിൽ ഇൻഷുറൻസ് കമ്പനികളുടെ അപ്രൂവൽ ആവശ്യമില്ല. സൗദി അറേബ്യയിൽ അടിയന്തര കേസുകളിൽ രോഗികൾക്ക് ആവശ്യമായ ചികിത്സ നൽകാൻ ഇൻഷുറൻസ് കമ്പനികളുടെ അപ്രൂവലിന് കാത്തുനിൽക്കേണ്ടതില്ലെന്ന് കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് വ്യക്തമാക്കി. 500 റിയാലിൽ കുറവ് തുക ആവശ്യമായ ചികിത്സയ്ക്കും ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് മുൻകൂട്ടി അപ്രൂവൽ ആവശ്യമില്ലെന്നും കൗൺസിൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. പ്രവാസി മലയാളി ചികിത്സയ്ക്കിടെ ദമാമിൽ അന്തരിച്ചു. പ്രവാസി മലയാളി ചികിത്സയ്ക്കിടെ ദമാമിൽ അന്തരിച്ചു. കൊച്ചി പനമ്പള്ളി നഗർ സ്വദേശി ഷെയ്റിസ് അബ്ദുൽ ഗഫൂർ ഹസനാണ് മരിച്ചത്. ദമാം അൽമന ആശുപത്രിയിൽ 3 മാസമായി ചികിത്സയിലായിരുന്നു. ദമാമിലെ സൗദി ഫാൽ കമ്പനിയിൽ 17 വർഷത്തോളമായി ജോലി ചെയ്തു വരികയായിരുന്നു. അസുഖബാധിതനായത് മുതൽ കുടുംബം ഇവിടെ എത്തിയിരുന്നു. ഭാര്യ ഹിസത്ത്, പിതാവ് അബ്ദുൽ ഗഫൂർ, മാതാവ് കുഞ്ഞുമോൾ എന്നിവർ ദമാമിലുണ്ട്. മക്കൾ റയാൻ, ഹംദാൻ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദമാം. അൽബാഹ പർവ്വതത്തിൽ തീ പടരുന്നു. തീയണയ്ക്കാൻ തീവ്രശ്രമവുമായി അധികൃതർ. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ സൗദിയിലെ അൽബാഹ കിങ് ഫഹദ് ചുരം റോഡിന് സമീപത്തുള്ള പർവ്വതത്തിൽ പടർന്നുപിടിച്ച തീയണയ്ക്കാനുള്ള ശ്രമം ഊർജിതമാക്കി സിവിൽ ഡിഫൻസ്. പ്രദേശത്തെ പുല്ലുകളെല്ലാം ഉണങ്ങിയതും കടുത്ത ചൂടും വലിയ തോതിലുള്ള കാറ്റും കാരണം തീ അതിവേഗം പടരുകയാണ്. ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചും തീ അണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അൽബാഹ. ബഹ്റൈനിലെ വാഹന പരിശോധനാ കേന്ദ്രങ്ങൾ 2024 ഓഗസ്റ്റ് 1 മുതൽ സ്വകാര്യ മേഖലയ്ക്ക്. ബഹ്റൈനിലെ വാഹന പരിശോധന 2024 ഓഗസ്റ്റ് 1 മുതൽ ക്രമേണ സ്വകാര്യ കേന്ദ്രങ്ങൾക്ക് കൈമാറുമെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ഷെയ്ഖ് അബ്ദുൾ റഹ്മാൻ ബിൻ അബ്ദുൾ വഹാബ് അൽ ഖലീഫ അറിയിച്ചു. 2025 ജൂലൈ മാസത്തോടെ ഇത് പൂർണ്ണമായും നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലൈറ്റ് വെഹിക്കിളുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഹെവി വെഹിക്കിൾസ്, പൊതുഗതാഗതം എന്നിവയുൾപ്പെടെ എല്ലാ വാഹന വിഭാഗങ്ങളും പരിശോധിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം സ്വകാര്യ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കും. 3 ഘട്ടങ്ങളിലായാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുക. 1ാം ഘട്ടത്തിൽ സ്വകാര്യ കേന്ദ്രങ്ങൾ 10 വർഷത്തിൽ കൂടാതെ ലൈറ്റ് വെഹിക്കിളുകളുടെയും മോട്ടോർ സൈക്കിളുകളുടെയും പരിശോധന ആരംഭിക്കും. 2025 തുടക്കത്തിൽ 2ാം ഘട്ടം ആരംഭിക്കും. വാഹന ഉടമകൾക്കുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കിക്കൊണ്ട് ലൈറ്റ് വാഹനങ്ങളും മോട്ടോർ സൈക്കിളുകളും ഉൾപ്പെടുത്തി സ്വകാര്യ കേന്ദ്ര സേവനങ്ങളുടെ ശ്രേണി വിപുലീകരിക്കും. ഘട്ടം 3 അവസാന ഘട്ടത്തിൽ ഹെവി വാഹനങ്ങളും പൊതുഗതാഗതവും ഉൾപ്പെടെ എല്ലാ വാഹന വിഭാഗങ്ങളുടെയും പരിശോധനകൾ സ്വകാര്യ കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുകയും ഈ ഉത്തരവാദിത്തം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുകയും ചെയ്യുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ സർക്കാർ അനുവദിച്ചിട്ടുള്ള ചില സ്വകാര്യ കേന്ദ്രങ്ങളിൽ മാത്രമാണ് സർക്കാർ ഇതര വാഹന പരിശോധനകൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ട്രാഫിക് അതോറിറ്റിക്ക് കീഴിലും പരിശോധനകൾ നടന്നുവരുന്നുണ്ട്. വാഹനങ്ങളുടെ വാർഷിക പരിശോധന നടത്തി പുതുക്കുന്ന പരിശോധനകളാണ് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ നടത്തുന്നത്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, മനാമ. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.